എല്ലാവർക്കും സാഹിത്യലോകം പരിപാടിയിലേക്ക് സ്വാഗതം. ലോകത്തെ ഏറ്റവും വലിയ എഴുത്തുകാർ 3 പേരാണത്രേ. ഇതെൻ്റെ വൈയക്തികമായ ഒരു അഭിപ്രായമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് പാശ്ചാത്യ നിരൂപകന്മാർ ഒന്നടങ്കം പറയുന്ന അഭിപ്രായമാണ്. അത് ഷേക്സ്പിയറാണ് അതിൽ 3 പേരെ നമുക്ക് ഏതാണ്ട് തുല്യ പദവിയിൽ തന്നെ പറയാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. ഷേക്സ്പിയർ ആണ് ഒരാൾ, മറ്റൊരാൾ ദസ്തയേവ്സ്കിയാണ്, മറ്റൊരാൾ അജ്ഞാതകർത്തൃവാണ്. അതായത് ഇയ്യോബിൻ്റെ പുസ്തകം ബൈബിളിലെ ഒരു പുസ്തകമാണെന്ന് നമുക്കറിയാം. അതൊരു സിനിമയുടെ പേരായിട്ട് പിൽക്കാലത്ത് വരികയും ആളുകൾ പെട്ടെന്ന് ഞാൻ പറയുമ്പോൾ അതിലേക്ക് പോവുകയും ചെയ്യരുത്. ഇയ്യോബിൻ്റെ പുസ്തകം ആണ് ലോകം കണ്ട ഏറ്റവും മനോഹരമായ കൃതികൾ. അതെങ്ങനെയാണ് ബൈബിളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഇയ്യോബിനെ ദൈവം യഹോവ പരീക്ഷിക്കുന്ന ഭാഗമാണ്. എന്തുകൊണ്ടാണ് നീതിമാൻ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ഇയ്യോബ് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ ചോദ്യം പലപ്പോഴും ക്രിസ്തു ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ എന്തിനെന്നെ നീ ഉപേക്ഷിക്കുന്നു എന്നുള്ള കേവല മനുഷ്യ സഹജമായ ചോദ്യങ്ങൾ. ഇതൊരു പക്ഷേ ഏതൊരു നീതിമാന്റെയും ഉള്ളിൽ നിന്ന് ദൈവത്തോട് ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടാവണം. ഇന്നും എന്തുകൊണ്ട് നീതിമാൻ ശിക്ഷിക്കപ്പെടുന്നു എന്നതിൻ്റെ ഉത്തരം എഴുത്തുകാർ തേടുന്നുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ രണ്ടാമത് പറഞ്ഞ ഈ ഫയദോർ മിഖ്ലായേവിച്ച് ദസ്തയേവ്സ്കി, ഈ പേര് റഷ്യൻ പേരാണ്. റഷ്യയിലെ വലിയ എഴുത്തുകാരെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം. മാക്സിം ഗോർക്കിയെ സംബന്ധിച്ച്, ലിയോ ടോൾസ്റ്റോയെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം. ഇതിൽ ദസ്തയേവ്സ്കി വളരെ വളരെ വ്യത്യസ്തനായ ഒരു എഴുത്തുകാരനായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ലെജൻഡായി മാറി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ മരിച്ചതിന് ശേഷമാണ് ഈ എഴുത്തുകാരനാണ് ലോകത്തെ ഏറ്റവും വലിയ ദക്ഷിണാശാലിയായ എഴുത്തുകാരനെന്ന് നിരൂപകർ അംഗീകരിച്ചത്. 1821 നവംബർ മാസം 11-ാം തീയതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം. അതുപോലെ 1881 ഫെബ്രുവരി മാസം 9-ാം തീയതി അദ്ദേഹം മരിക്കുകയും ചെയ്തു. കേവലം 60 വയസ്സാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഈ നാളുകൊണ്ട് അദ്ദേഹം ഒട്ടേറെ കൃതികൾ, കാർമസോവ് ബ്രദേഴ്സ് പോലുള്ള അതിഗംഭീരമായ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ക്രൈം ആൻഡ് പണിഷ്മെന്റ് എഴുതിയിട്ടുണ്ട്, ഇഡിയറ്റ് എഴുതിയിട്ടുണ്ട്, ചൂതാട്ടക്കാരൻ എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഇതുപോലെ വെളുത്ത രാത്രി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടായിരുന്ന എഴുത്തുകാരൻ എന്നാണല്ലോ പെരുമ്പടവൻ ശ്രീധരൻ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ കൃതി ഒരു സങ്കീർത്തനം പോലെയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ദസ്തയേവ്സ്കിയുടെ 16 ദിവസത്തെ ജീവിതത്തെ അടയാളപ്പെടുത്തിയ അതിമനോഹരമായ ഒരു കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്നത്. ആ കൃതിയെ നമുക്ക് പിന്നീട് നമ്മൾ വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അമിതമായി മദ്യപിച്ച് ഒരു ലഗാനുമില്ലാതെ വീട്ടിൽ വന്ന് കിടന്ന് പിറ്റേ ദിവസം ബോധം തെളിയുമ്പോൾ തലേ ദിവസം താൻ എവിടെയായിരുന്നു, എങ്ങനെ വീട്ടിലെത്തി, എങ്ങനെ വന്ന് കിടന്നു എന്നതിനെയൊക്കെ സംബന്ധിച്ച് എല്ലാ മദ്യപന്മാർക്കും ഈ ഒരു രീതി ചിന്തയുണ്ട്. ആ ഒരു സാധാരണ ചിന്തയിലാണ് ലക്ക് കെട്ട് മദ്യപിക്കുന്ന എല്ലാ മദ്യപന്മാരും ഇതിങ്ങനെ ചിന്തിക്കാറുണ്ട് പിറ്റേ ദിവസം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിന്ത ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന നോവൽ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് എഴുതാൻ സാഹചര്യം വന്നത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഭാര്യയായ, അതായത് ദസ്തയേവ്സ്കിയുടെ അദ്ദേഹത്തിന് 45 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം 19 വയസ്സുകാരിയായ അന്നയെ ചൂതാട്ടക്കാരൻ എന്ന് പറയുന്ന നോവല് എഴുതുന്നതിന് സഹായിയായി ചേർക്കുന്നത്. ഈ അന്നയുമായി ചേർത്തുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നീട് അന്നയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് നമ്മുടെ സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന നോവലിലും പ്രതിപാദ്യം അത് തന്നെയാണ്. ഞാൻ പറയാൻ വന്നത് അന്നയുടെ ഒരു നോവലല്ല, ഒരു പുസ്തകമുണ്ട്, അപൂർവ അനുരാഗത്തിന്റെ 26 ദിനങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലും അദ്ദേഹവുമായിട്ടുള്ള ഭൗതികവും ആത്മീയവുമായ പ്രണയത്തെ സംബന്ധിച്ച് അന്ന അതിശക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് 45 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തോട് ഈ 19 വയസ്സുകാരിക്ക് തോന്നിയ ഒരു പ്രണയം എമ്മട്ടിലായിരുന്നു. ദക്ഷിണാശാലിയായ ഒരു മനുഷ്യനെ ഞാൻ പ്രണയിക്കുകയായിരുന്നു, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാവാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ദസ്തയേവ്സ്കിയുടെ വളരെ വിഖ്യാതമായ ഒരു കൃതിയെ സംബന്ധിച്ചാണ്. ഈ കൃതി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും ലോകത്ത് തന്നെ മനുഷ്യ മനസ്സിന്റെ വളരെ ദുരൂഹമായ സങ്കീർണമായ പദങ്ങളിലൂടെ, മേഖലകളിലൂടെ സഞ്ചരിക്കാൻ മനഃശാസ്ത്ര വിശാരദന്മാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത, മനസ്സിന്റെ ബോധവും അബോധവും ഉപബോധവുമായ തലങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നത് അത് എങ്ങനെ ദസ്തയേവ്സ്കിക്ക് കഴിഞ്ഞുവെന്ന് പലരും അമ്പരപ്പോടെയാണ്. ഇതിനകത്ത് ഈ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് റസ്കൽനിക്കോവാണ്. റസ്കൽനിക്കോവ് ഒരു വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പട്ടണത്തിലെത്തി ചേർന്നിരിക്കുന്നത്. അമ്മ അയച്ചു കൊടുക്കുന്ന തുച്ഛമായ ഒരു വരുമാനത്തിൽ മാത്രമാണ്. പക്ഷെ അയാളുടെ ചെറിയ തോതിലുള്ള മദ്യപാനവും പുകവലിയും
ഇച്ചിരി അരാജക ജീവിതവും ഒക്കെ അയാൾക്ക് ആ പൈസ തികയുന്നില്ല. അയാൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പോലും, ചെറുപ്പക്കാരനാണെങ്കിൽ പോലും അയാൾക്ക് ബാറൊക്കെ അയാൾ സന്ദർശിക്കുന്നുണ്ട്. അതാണ് അയാളുടെ പൈസ തികയാതെ വരുന്നത്. പലപ്പോഴും അയാൾക്ക് വാടക കൊടുക്കാൻ കഴിയുന്നില്ല. വാടകക്കാരി ഒരു വല്ലാത്ത സ്ത്രീയാണ്. അവർക്ക് വാടക ഇപ്പം കുടിശ്ശികയായിരിക്കുന്നു. ഭക്ഷണത്തിന്റെ പൈസ കൊടുത്തിട്ടില്ല. 5ാം നിലയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് താഴെ ഇറങ്ങി വാടകക്കാരി താമസിക്കുന്ന മുറിയുടെ വാതിൽ കടന്നു വേണം പോകാൻ. അത് പലപ്പോഴും അയാൾക്ക് വല്ലാത്ത ബന്ധപ്പാടുണ്ടാക്കുന്നുണ്ട്. പൈസ കൊടുക്കാത്തതിന്റെ കുറ്റബോധം അയാളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അങ്ങനെ അലട്ടുന്നിടത്താണ് നോവലിന്റെ ആരംഭം. അപ്പൊ തന്നെ അയാളുടെ ഒരു ദാരിദ്ര്യത്തിന്റെ പശ്ചാത്തലം നമുക്ക് പിടികിട്ടുമല്ലോ നന്നായിട്ട്. പോരെങ്കിൽ ഇതിന്റെ ഉടമസ്ഥ എന്ന് പറയുന്ന സ്ത്രീയെ അയാൾ വല്ലാതെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നോവലിന്റെ തുടക്കം. ഏതായാലും അയാളുടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും ഒരു ബാറിൽ വെച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അയാളുടെ പേര് മെർമെലോദോവ് എന്നാണ്. മെർമെലോദോവ് എന്ന് പറയുന്ന ഒരാളെ അയാൾ പരിചയപ്പെടുന്നുണ്ട്. അയാളുടെ ജീവിതം വളരെ വിചിത്രമാണ്. അയാളുടെ ഭാര്യ കാതറിൻ എന്ന് പറയുന്ന സ്ത്രീ അയാളെ എടുത്തു വെച്ച് അയാൾ ഇടിക്കുമത്രേ, വല്ലാതെ ഉപദ്രവിക്കും. കാരണം ഇയാൾ കിട്ടുന്ന പൈസ, ഇയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, പക്ഷെ കിട്ടുന്ന അതൊക്കെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു അയാളുടെ പൈസ മുഴുവൻ അയാൾ ബാറിൽ മുടക്കുകയാണ്. അയാൾക്ക് ആദ്യ ഭാര്യയിൽ ഒരു സ്ത്രീയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി സോണിയാണ്. പക്ഷെ ജീവിക്കാൻ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് അവൾ വേശ്യാവൃത്തിയിലേക്ക് കടന്നിരിക്കുന്നു. സുന്ദരിയായ പെൺകുട്ടിയാണ്. ഈ കാര്യങ്ങളൊക്കെ അയാൾ ബാറിൽ വെച്ചാണ് മറ്റുള്ളവരുടെ പരിഹാസത്തിന് വിധേയമായിക്കൊണ്ടിരുന്ന് പറയുന്നതും അയാളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നതും. കാതറിൻ എന്ന് പറയുന്ന സ്ത്രീ കൊണ്ടുപോയി ആക്കുന്ന നമ്മുടെ റസ്കൾനിക്കോവിനോട് പൊട്ടിത്തെറിക്കുന്നതും അയാൾ ബോധമില്ലാതെ അവിടെ കിടക്കുന്നതും അയാളെ അടിക്കുന്നതൊക്കെയാണ് പിന്നെ തുടക്കത്തിലെ സംഭവങ്ങൾ. ഏതായാലും നമ്മുടെ റസ്കൾനിക്കോവ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് സാമ്പത്തികമില്ലാതെ വിഷമിക്കുമ്പോഴൊക്കെ പണയം വെക്കാൻ ചെല്ലുന്ന മറ്റൊരു കെട്ടിടമുണ്ട്. അതായത് ഈ നോവ നദിയുടെ തീരത്ത് ഒരു 5 നില കെട്ടിടം, അയാൾ താമസിക്കുന്ന കെട്ടിടം പോലെ തന്നെ വേറൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൽ അയാൾ അവിടെ കൊണ്ടുപോയി മോതിരം പണയം വെച്ചിട്ടുണ്ട്. അയാൾ ഒരിക്കൽ അവിടെ കൊണ്ടുപോയി ഒരു പണയ വസ്തുവുമായിട്ട് ചെന്നിട്ട് അയാൾ ആ സ്ത്രീയോട് പറയുന്നുണ്ട്, ഇതിന് എനിക്ക് 4 റൂബിൾ തരണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ സ്ത്രീ കൊടുക്കുന്നില്ല. ഏതാണ്ട് 1-2 റൂബിൾ മാത്രമേ തിരിച്ചു കൊടുക്കൂ. ബാക്കിയുള്ളതെല്ലാം പലിശയായിട്ട്, തലേത്താളത്തെ പലിശയായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ തിരിച്ചു പോരുമ്പോൾ അയാൾ ചിന്തിക്കുന്നുണ്ട്, ഈ സ്ത്രീക്ക് എന്തുമാത്രം പണമാണുള്ളത്, ഇവരെന്തിനാണ് ഈ കൊള്ളപ്പലിശക്കാരി, അവരുടെ ഈ കൊള്ളപ്പലിശക്കാരി ഇങ്ങനെ വാങ്ങി ഈ പണം മുഴുവൻ കൂട്ടുന്നത് എന്തിനാണ്? അവിടെ മിസ്സസ് അലോന എന്ന് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ അയാൾ കാണുന്നുണ്ട്. ആ സ്ത്രീയുടെ പേര് അലോന എന്നാണ്. അയാൾക്ക് ലിസവത്ത എന്ന പേരിൽ ഒരു സഹോദരി ഉണ്ട്. അവർ രണ്ടുപേരും കൂടിയാണ് താമസിക്കുന്നത്. അപ്പോൾ ഏതായാലും ധാരാളം പണമുണ്ട്. ഈ പണം എന്തിനാണ് അവർക്ക് വയസ്സായില്ലേ എന്നൊക്കെ അയാൾ ചിന്തിക്കുന്നുണ്ട്. ഒരു ദിവസം അയാൾ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അയാളുടെ മനസ്സിൽ വല്ലാത്ത ചിന്തകൾ കടന്നു വരികയും ഒരു ദിവസം അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ താഴെ കാവൽക്കാരന്റെ മുറിയിൽ കയറി ഒരു മഴുവെടുത്ത് അയാളെ കോട്ടിൽ പ്രത്യേകമായി തുന്നിപ്പിടിപ്പിച്ചെടുത്ത് ഒരു മഴുവെടുത്ത് മറച്ച് കോട്ടിനുള്ളിൽ വെച്ചുകൊണ്ട് വീണ്ടും പണയം വെക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ത്രീയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അലോന എന്ന് പറയുന്ന പണയ സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് അയാൾ ആ സ്ത്രീയെ വളരെ വളരെ കൗശലപൂർവ്വം അകത്തേക്ക് വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ കയ്യിൽ ഒരു സിഗരറ്റ് പാക്കറ്റിന്റെ, വെള്ളി പാക്കറ്റിന്റെ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തടിക്കഷ്ണം പൊതിഞ്ഞു കൊടുത്തിട്ടാണ് റസ്കൾനിക്കോവ് അവരെ വകവരുത്തുന്നത്. മഴുവിന് വെട്ടുകയായിരുന്നു. മഴുവിന് വെട്ടി വീഴിച്ചിട്ടാണ് അവളുടെ അരയിൽ നിന്നും താക്കോൽ കൂട്ടം എടുത്തിട്ട് സ്വർണവും പണവും ഒക്കെ കവരുന്നത്. പെട്ടെന്നൊരു ശബ്ദം കേട്ട് അയാൾ നോക്കുമ്പോൾ അവളുടെ സഹോദരി ലിസവത്ത കയറി വന്നിരിക്കുന്ന മുറിയിൽ ലിസവത്തെയും അയാൾ വകവരുത്തുകയായിരുന്നു. മഴുവിന് വെട്ടി വകവരുത്തുകയായിരുന്നു. പിന്നെ അയാൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടും അയാൾ സ്വയം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു കൊലപാതകി എന്ന നിലയിൽ അയാളുടെ വിചിത്രമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ് പിന്നെ നോവലിൽ ഉടനീളം. അയാളെ വല്ലാതെ കാർന്നു തിന്നുന്ന അനുഭവങ്ങളുണ്ട്. ഏതായാലും പോലീസും ഡിറ്റക്റ്റീവും ഒക്കെ അയാളെ അന്വേഷിക്കുക, അയാളെ സംശയിക്കുമ്പോൾ പോലും അയാൾ പോലീസുകാരനോട് പോലും നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഉടമസ്ഥ കേസ് കൊടുത്തിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴൊക്കെ ഒരു കൊലപാതകി ആണെന്ന് പോലും അറിയാത്ത രീതിയിൽ വളരെ വളരെ മനോഹരമായി അയാൾ പോലീസുകാരോട് സംസാരിച്ച് പോലീസുകാരെ കൺഫ്യൂഷനിലാക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കി പോകുന്ന വളരെ നിപുണനായ ഒരു കൊലപാതകിയെ പോലെ കുറ്റങ്ങളൊക്കെ മറച്ചു വയ്ക്കുന്നത്. പക്ഷെ ഇയാൾ ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പൈസ പോലും എടുക്കാതെ ഇയാൾ ഈ നോവ നദിയുടെ തീരത്ത് കൊണ്ടുവന്ന ആ പൈസ കുഴിച്ചിടുകയാണ്. അയാൾ ഒന്നും ചെയ്യുന്നില്ല. ആ പൈസയിൽ നിന്നൊന്നും എടുക്കുന്നില്ല. വീണ്ടും അമ്മ അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അയാൾ വീണ്ടും പോയി മദ്യപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അന്ന് മുതൽ അയാളുടെ മനസ്സ് ഒരു യുദ്ധക്കളമായി മാറുന്നുണ്ട്. അയാളുടെ പെങ്ങൾ ദൂന്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ മോഹിച്ചൊരു കോടീശ്വരൻ, ആ കോടീശ്വരൻ എന്ന് പറയുന്ന അയാളുടെ പേര് ലൂഷ്യൻ എന്നാണ്. ലൂഷ്യൻ
ലൂഷ്യൻ എന്ന് പേരുള്ള അയാളുമായിട്ടൊക്കെ ഇവൻ പലവട്ടം തട്ടിക്കയറാം. അവസാനം അമ്മ ദൂനിയെ എങ്ങനെയെങ്കിലും അവന് കല്യാണം കഴിച്ച് കൊടുക്കണം, പൈസയുടെ ബുദ്ധിമുട്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും അമ്മയോടുള്ള സ്നേഹം, സ്വന്തം പെങ്ങളോടുള്ള വലിയ സ്നേഹം, ഇതൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീയെ കൊന്ന് പെട്ടെന്ന് ധനവാനാകാമെന്ന് റസ്കോൾനിക്കോവ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച സോണിയ ഉണ്ടല്ലോ, അതായത് ആ മെർമെലോദോവ് എന്ന് പറയുന്ന അയാൾ പിന്നീട് മരിച്ചു പോകുന്നുണ്ട്. അയാളുടെ പുത്രി സോണിയയുമായിട്ട് ഇയാൾക്ക് വല്ലാത്ത ഒരു മാനസിക ഐക്യം വന്നു പെടുന്നുണ്ട്. ഈ മാനസിക ഐക്യമൊക്കെ നമ്മൾ വളരെ അല്പം പിന്നീട് ഒത്തിരി എഴുത്തുകാർ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പരിമിതമായ സമയം കൊണ്ട് ഈ പുസ്തകം പറയുക വളരെ പാതകമാണെന്ന് എനിക്കറിയാം. എന്നാലും അവസാനം ഈ സോണിയാണ് അയാളോട് പറയുന്നത്, നീ കുമ്പസാരിക്ക്, നീ പോയി പറ, തിരക്കുള്ള തെരുവിലേക്ക് മുട്ടുകുത്തി നിന്ന് നീ പറയണം. അതിനു മുമ്പ് അയാൾ സോണിയയുടെ കാലിൽ ചുംബിക്കുന്നുണ്ട്. അവിടെയാണ് ഏറ്റവും പ്രശസ്തമായ, അതിനകത്തെ ഏറ്റവും ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ ഏറ്റവും പ്രശസ്തമായ വാക്യമെന്ന് നിരൂപകർ പറയുന്ന ഐ പ്രോസ്ട്രേറ്റഡ് മൈസെൽഫ് നോട്ട് ബിഫോർ യു ബട്ട് ബിഫോർ ദ ഹോൾ ഹ്യൂമൻ സഫറിങ്സ് എന്ന് പറയുന്ന വാക്യം അമ്ലതീഷ്ണമായ വാക്യമാണ്. ഇത് അസിഡിക് വേർഡ്സ്. ഞാൻ മുട്ടുകുത്തിയത് നിന്റെ മുന്നിലല്ല, ലോകത്തെ മുഴുവൻ യാതനകളുടെയും മുന്നിലാണ് എന്ന് പറയുന്ന അതിമഹത്തായ ഒരു വാക്യമുണ്ട്. സോണിയ ഞാൻ പാപിനിയാണ് എന്ന് പറയുമ്പോൾ നീ പാപിനിയല്ല എന്ന് ഒരു വേശ്യയോട് പറഞ്ഞ, പണ്ട് മഗ്ദലന മറിയത്തോട് ക്രിസ്തു പറഞ്ഞതിന് സമാനമായ രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അവളാണ് പറയുന്നത്, നീ പോയി പ്രായശ്ചിത്തം ചെയ്യും. ഒരു കൊലപാതകയും ഒരു നഗരവേശ്യയും കൂടിയാണ് കണ്ടുമുട്ടിയിരിക്കുന്നവർ. അവർ ആർത്തിയോടെയാണ് ബൈബിൾ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം, ലാസറെ ഉയർപ്പിക്കുന്ന ബൈബിളിന്റെ ഭാഗം അതിഗംഭീരമാണ്. അത് കേട്ട് പശ്ചാത്താപ വിവശനായി പോകുന്ന നമ്മുടെ റസ്കോൾനിക്കോവ് എന്ന് പറയുന്ന കഥാപാത്രം ആ നഗരത്തിന്റെ ഏറ്റവും തിരക്കുള്ള ഭാഗത്ത് ചെന്ന് 3 വട്ടം ഭൂമിയെ ചുംബിച്ച് ഞാൻ കൊലപാതകയാണെന്ന് വിളിച്ചു പറയുമ്പോൾ ആളുകൾ ഞെട്ടലോടെ നിൽക്കുന്നുണ്ട്. അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നിട്ട് ഞാൻ കൊലപാതകയെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നിക്കോളായി എന്നു പേരുള്ള മറ്റൊരാൾ, ദിമിത്രി നിക്കോളായി എന്നൊക്കെ പേരുള്ള പെയിന്റർമാരുണ്ട്, അവരിൽ നിക്കോളായി സ്വയം കുറ്റം ഏറ്റെടുക്കുന്നുണ്ട്. അയാൾ കുറ്റക്കാരനായി പോലീസ് അറസ്റ്റ് ചെയ്യുകയും അയാൾ സ്വയം കുറ്റം ഏറ്റെടുത്ത് ഞാനാണെന്ന് പറയുമ്പോൾ പോലീസുകാർ നടുങ്ങുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഡിറ്റക്റ്റീവായ പെർഫ്യൂറി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അതുപോലെ തന്നെ സെമത്തോവ് എന്ന് പറയുന്ന ഒരു പോലീസ് സൂപ്രണ്ട് ഉണ്ട്. ഇവരൊക്കെ ഇയാളെ സംശയിക്കുന്നുമുണ്ട്. ഈ തരം സംശയത്തിലേക്ക് പോകുമ്പോഴും ഇയാൾ ആണോ ഇല്ലയോ എന്ന് പറയുന്നൊരു കൺഫ്യൂഷൻ നിലനിർത്താൻ നോവലിസ്റ്റിന് കഴിയുന്നു എന്ന് മാത്രമല്ല, ലോകത്തെ തന്നെ ഏറ്റവും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വിചാരണ നടക്കുന്നത് കോടതി മുറിക്കുള്ളിലല്ല, അല്ലെങ്കിൽ കോടതി വരാന്തകളിലല്ല, വക്കീൽ ചോദ്യങ്ങളിലല്ല, ജഡ്ജിയുടെ ജഡ്ജ്മെന്റിലല്ല, നേരെ മറിച്ച് മനുഷ്യ മനസ്സിലാണ് യഥാർത്ഥ വിചാരണ നടക്കുന്നത് എന്ന് പറയുന്ന അതിമഹത്തായ ഒരു നോവലാണ്. ഈ നോവലിനെ ഇങ്ങനെ പരിചയപ്പെടുന്നത് സത്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് തീർച്ചയായിട്ടും ശരിയല്ല, ഇങ്ങനെയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ നോവൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു നോവൽ എന്ന നിലയിൽ വായിച്ചിട്ടില്ലാത്തവർ വായിക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വായിക്കണം. ഇതിനെ വളരെ ഉപരിപ്ലവമായി പറഞ്ഞു പോകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു ദൗർബല്യമായി കാണരുത്. നേരെ മറിച്ച് സമയത്തിൻ്റെ പരിമിതിയാണ് എന്നും കൂടി മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.